കൽബാള ലോ ബഡ്ജറ്റിൽ നല്ല വൈബ് ആംബിയൻസിൽ സ്വിമ്മിംഗ് പൂളോട് കൂടിയ ഒരു കിടിലർ റിസോർട്ട് ഹോം സ്റ്റേ കണ്ടോളിട്ട് നമ്മളെ മലപ്പുറം പൊന്മളയില് നല്ല അടിപൊളി വൈബിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് എത്ര പേർക്ക് വന്നാലും അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റണ നല്ല സൂപ്പർ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മൾ ഈ റിസോർട്ട് സ്റ്റേ ചെയ്യണത്. ലോ ബഡ്ജറ്റിൽ ഈ റിസോർട്ട് ഫുൾ ഡേ പാക്കേജിൽ എടുക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ അവര്. 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ റിസോർട്ടിൽ അത്യാവശ്യം ലാവിഷായിട്ടുള്ള ഒരു കിച്ചണും പിന്നെ അതിന്റെ പുറത്ത് നമുക്ക് ഫുഡൊക്കെ ഗ്രില്ല് ചെയ്തുണ്ടാക്കാനുള്ള ഒരു സൗകര്യവും ഇരുന്ന് കഴിക്കാനുള്ളതൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ. മുകളിലത്തെ നിലയിൽ നല്ലൊരു മജ്ലിസും പിന്നെ കിടക്കാനുള്ള സൗകര്യം അതും ഉണ്ട് കേട്ടോ അവിടെ. പഴയൊരു തറവാട് വീട് നല്ല നീറ്റില് സ്റ്റൈലായിട്ട് റീവർക്ക് ചെയ്ത് പണിയെടുത്ത് ഇതിന്റെ ഉള്ളിലുള്ള ഓരോ നിമിഷവും നെസ്റ്റാൾജിക് ആയിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കൂട്ടോ നമുക്ക്. നോക്കി നിൽക്കാതെ ഈ ഓണത്തിന് വേഗം വിളിച്ച് ബുക്ക് ചെയ്ത് വിട്ടോളിട്ടോ. നമ്മളിപ്പോ ഉള്ളത് മലപ്പുറം പൊന്മളയിലെ കടവ് റിസോർട്ടിലാട്ടോ. നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വൈബിലെ സ്ഥലമാണ് ഇവിടെ. ഇതിന് പുറമെ നമുക്ക് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പാകം ചെയ്യാനും അതിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂൾ മരങ്ങൾക്കിടയിൽ ആയതുകൊണ്ട് നല്ല നീറ്റും നല്ല തണുത്ത വെള്ളാട്ടത്തില്. അപ്പൊ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സുകളെ കൂട്ടിയിട്ട് നേരെ പോകുന്നോളിട്ടോ. മാസ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ മലപ്പുറം പൊന്മള പള്ളിപ്പടിയില് കടവ് റിസോർട്ട്. പഴയ തറവാട് വീട് നൊസ്റ്റാൾജിക് അനുഭവമുള്ളത് മലപ്പുറം പൊന്മള കടവ് റിസോർട്ടിലാണ് ഉള്ളത്. അവിടെ അംസുപ്പ 2.0 ഇവിടെ ഉണ്ട്, പോയി നോക്കാം. എന്തൊക്കെ റിവ്യൂ ചോദിച്ചു നോക്കാം നമുക്ക്. ഇവിടെ സ്ഥിരം വരുന്നതാണ്. ഇവിടെ എപ്പോഴും ആളുണ്ടാവും, മുൻകൂട്ടി ബുക്ക് ചെയ്യാ. നല്ല റിസോർട്ടാണ്. എന്താ പറയല്ലേ, അടിപൊളി പൂളും ക്ലൈമറ്റ് ഒക്കെ നൈസാണ്, സെറ്റാണ്. മോർണിംഗത്തെ വൈബ് ഉണ്ടല്ലോ. ഇവിടെ അടുത്തുകൂടെ പോയൊക്കെ പോകുന്നുണ്ട്. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ വേണ്ടവർ വിളിച്ചു നോക്കി ബുക്ക് ചെയ്ത് പോയിക്കോളി. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പൊന്മള പള്ളിപ്പടിയില്.